से, क्या कहना चाहेंगे आप? हम इंडिया में रह के तो कभी मैं सोच भी नहीं सकती कि मैं मोदी जी से हाथ मिला पाऊंगी, पर इधर रह के आई कांट बिलीव, इट इज सो सररियल कि मोदी जी ने हाथ मिलाया मुझसे. मैं हाथ धोने वाली नहीं हूँ अभी. ചേച്ചിയുടെ സന്തോഷം എന്താണെന്ന് മനസ്സിലായോ? അതായത് യു കെയിൽ നമ്മുടെ മോദിജി താടിജി ചെന്ന സമയത്തെ മോദിജിക്ക് ഒരു ഷെയ്ക്കൻഡ് കൊടുക്കാൻ പറ്റി. ഇനി ഞാൻ കൈ കഴുകൂല എന്നാണ് പറഞ്ഞത്. അതെ, മോദിജി തൊട്ട കൈയാണ്, ഇനി ഞാൻ കൈ കഴുകുന്നില്ല. നമ്മുടെ വിശ്വപുരുഷൻ അലശോ അങ്ങനെ പറയാമല്ലോ, വിശ്വഗുരു അതല്ലെങ്കിൽ ബയോളജിക്കൽ ദൈവം തൊട്ടൊരു കൈയാണ്, അതുകൊണ്ട് ചേച്ചി ഇനി കൈ കഴുകുന്നില്ല. യു കെയിലെ ഒരു ചേച്ചിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുങ്ങളില്ലേ. ഇത് മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ട്. ഒരു ഗുണ്ടൂടെ പൊട്ടിക്കാണ്ട്, അതോടെ പൊട്ടിച്ചു നോക്കാം. किस तरह से ये यहाँ पर भावुक हो गई हैं, रो रही हैं पीएम मोदी से मिलने के बाद. क्या नाम है आपका? रक्षा बादल, मेरा लिविंग गॉड है वो, लिविंग गॉड. हाँ. കണ്ടല്ലോ, മോദിജി അല്ല ലിവിങ് ഗോഡാ, ജീവിച്ചിരിക്കുന്ന ദൈവമാണെന്നാ പറഞ്ഞത്. വല്ലാത്തൊരു ജന്മല്ലേ. ബാക്കിയുടെ കേക്ക്. दूर हूँ लेकिन उनके जैसे कोई नहीं है. हाँ. उनका सेवा करेंगे तो धन्य हो जाएंगे, इतना ही बोल. प्रधानमंत्री जी से मुलाकात हुई? हाँ मिली, दर्शन हुआ, उनका दर्शन हुआ. जी. नमस्कार. വെറുതെ കാണല്ല ചെയ്തത്. അതായത് ബയോളജിക്കൽ ദൈവത്തിന്റെ ദർശനാണ്, ജീവിച്ചിരിക്കുന്ന ഗോഡിനെ ഒരു കാണാനുള്ള ഒരു ദർശന സാധ്യമായിട്ടുള്ള ഒരു പാവം സംഗിണി ചേച്ചിയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. ഇനിയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ. നമ്മുടെ നാട്ടിലെ ഇത് കൊടുക്കണം, ഏറ്റവും ബെസ്റ്റ് അവാർഡ് അത്, അല്ലെങ്കിൽ ഓസ്കാർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. അമ്മാതിരി പെർഫോമൻസ് അല്ലേ. കയ്യിലൊന്നും ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. കയ്യിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് ഉണ്ട്. അതായത് ചേച്ചിയുടെ ഒന്നല്ല, ചേച്ചിയുടെ കൂടെ വന്ന എല്ലാവരുടെയും പാസ്പോർട്ട് ചേച്ചിയുടെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഗ്രൂപ്പിന്റെ ലീഡർ ചേച്ചി ആയിരിക്കാനാ ചാൻസ്. അതാണ് 3-4 പാസ്പോർട്ട് കയ്യിലുണ്ട്. അത് ഇന്ത്യൻ പാസ്പോർട്ടാണ്. നോക്ക്. प्रधानमंत्री मोदी से मुलाकात के बाद भारतीय मूल की रक्षा. കേട്ടില്ലേ? അതായത് ഇന്ത്യയിൽ പുള്ളിനെ വോട്ട് ചെയ്തിട്ട് പുള്ളിനെ ജയിപ്പിച്ച ആൾക്കാരോട് താങ്ക് യു പറയണ്ട്. കാരണം പുള്ളി ഒരു രാജ്യത്തിന് ചെയ്യുന്ന പോലെ ഒന്നും ആരും ചെയ്തിട്ടില്ല. എന്നിട്ടും ചേച്ചിയുള്ളത് അങ്ങ് യു കെയിലാണ്. അതാ മനസ്സിലാവാത്തത്. എന്തോ ഇവിടുന്ന് എന്ത് പറ്റി? ഇവിടെ അങ്ങ് നിന്നാൽ പോരായിരുന്നു. ഇവിടുന്ന് സ്ഥിരം മോദിജിനെ കണ്ട് മോദിജിയുടെ ഗുജറാത്തിൽ എവിടെ പോയി ജീവിച്ചാൽ പോരെ. പിന്നെ എന്തിനാ യു കെയിൽ പോയിട്ട് കഷ്ടപ്പെടുന്നത് മനസ്സിലാവുന്നില്ല. ഈ ചേച്ചിക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കയ്യിൽ മൊത്തം ഇന്ത്യൻ പാസ്പോർട്ടാണ് ഉള്ളത്. അപ്പോൾ സംഭവം അത് തന്നെയാണ്. നമ്മൾ ഈ യു കെയിലെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഒന്നുകിൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ അവിടുത്തെ റെസിഡൻ്റ് ആവണം. റെസിഡൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ റെസിഡൻസി കാർഡ് അല്ലെങ്കിൽ യു കെ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, ഇതുപോലെ ഇന്ത്യൻ പാസ്പോർട്ടൊന്നും കയ്യിൽ വെച്ച് നടക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഇന്ത്യൻ പാസ്പോർട്ട് എപ്പോഴും കയ്യിൽ വെച്ച് നടക്കപ്പോഴാണ് നമ്മളൊരു വിസിറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും പോലീസിൻ്റെ എന്താ പറയുക എവിടുന്നെങ്കിലൊക്കെ ചോദിക്കാം, പോലീസ് ചോദിക്കും. നമ്മുടെ ഐഡൻറ്റിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കാണിക്കാം, നമുക്കതിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കാണിക്കാം. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ചേച്ചി ഇത്രയും അങ്ങോട്ട് യു കെ സിറ്റിസൺ ആയിട്ട് ഇങ്ങനെ കരഞ്ഞ് നമ്മുടെ ബയോളജിക്കൽ ദൈവത്തിന് വേണ്ടിയിട്ട്, ലിവിങ് ഗോഡിന് വേണ്ടി ഇങ്ങനെ കരഞ്ഞു. അതും കയ്യിൽ യു കെ പാസ്പോർട്ടായിട്ട് വരുമ്പോഴാണ് എല്ലാവർക്കും ഡൗട്ട്. ഈ മോദിജി ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രിപ്പ് പോയപ്പം മറ്റൊരു വിമാനത്തിൽ ഇവിടെ നിന്ന് ആളെയും കൊണ്ടുപോയിട്ടുണ്ടോ ഇതുപോലെ കരഞ്ഞഭിനയിക്കാൻ? അതെ, മോദിജിയുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. മോദിജി ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്, മോദിനെ ഒരു നോക്ക് കണ്ട് കൈ പോലും ഞാൻ ഈ കഴുകൂല. ഇമാതിരി ആക്ടിംഗ് ഒക്കെ കാണുമ്പം ഇവർ യു കെയിൽ തന്നെയാണോ ജീവിക്കുന്നത്, അതോ ഗുജറാത്തിലെ ഏതോ എന്താ പറയുക ഏതോ ഗ്രാമത്തിൽ ജീവിക്കുന്ന കുറേ എണ്ണത്തിനെ പിടിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മോദിജി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചാടി കയറി വന്നിട്ട് കരഞ്ഞ് പിഴിയണം എന്ന് പറഞ്ഞ് ഡ്രാമ ആർട്ടിസ്റ്റ് ആണോ എന്ന് വരെ തോന്നിപ്പോവും. ഈ സംശയം എനിക്ക് മാത്രമല്ല കേട്ടോ. ഈ സംശയം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഈ 2 ആളുകളുടെ വീഡിയോസ് വെച്ചിട്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, അപ്പോൾ അവിടുത്തെ റെസിഡൻസി ഇല്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വെച്ച് നടക്കുന്നത്. ഇനി ഇവർ ചെന്നത് അവിടെ ഇനിയിപ്പോൾ ഒരു 5 ഇയറിന് അല്ലെങ്കിൽ വല്ല പ്രോഗ്രാമിനോ അടുത്ത് ചെന്നാണെങ്കിലും ഈ കാര്യം ആവശ്യമില്ല. അപ്പോൾ മിക്കവാറും ഇവരവിടെ വിസിറ്റിന് പോയതായിരിക്കും. വിസിറ്റിന് പോയടുത്തുനിന്ന് അല്ലെങ്കിൽ മോദിജി കൊണ്ടുപോയ ആൾക്കാരെ കൂട്ടത്തിൽപ്പെട്ട ആരോ ഒന്ന് അങ്ങനെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ 1-2 ഗോതി മീഡിയ നല്ല രീതിയിൽ എടുത്ത് ക്യാപ്ചർ ചെയ്ത് ഇടുകയും ചെയ്തു. ഇപ്പം നമ്മുടെ നാട്ടിലെ സകല മീഡിയകളും എടുത്തിട്ട് വാരി ഉടുക്കുന്നുണ്ട്. എന്തായാലും വല്ലാത്തൊരു പരിപാടി. ഇപ്പോൾ മോദിജി ഇങ്ങനെ ആളെ കൊണ്ടുവന്ന് അറിയാൻ നമുക്കും പോവായിരുന്നു. അവിടെ പോയി 2 കരച്ചിലും പിഴച്ചിലും കൊടുത്താൽ മതി. മോദിജീനെ വിശ്വഗുരു എന്ന് വിളിക്കണം, മോദിജീനെ ബയോളജിക്കൽ ഗോഡ് ദൈവം എന്ന് വിളിക്കണം, മോദിജീനെ ലിവിങ് ഗോഡ് എന്ന് വിളിക്കണം. അങ്ങനെ വിളിച്ചാൽ എന്താടോ, നമുക്ക് യു കെക്ക് ഒന്ന് പോയി കണ്ടൂടെ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടൂടെ. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് കാണുന്ന ഏതെങ്കിലും സംഘിക്കുട്ടന്മാർക്ക് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മളും ഇനി അങ്ങനത്തെ
യാത്രകളിൽ കൂടുന്നതായിരിക്കും തീർച്ചയായിട്ടും.